സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. വെസ്റ്റ് ബാങ്ക് ബിൽ എല്ലാവരും വിചാരിച്ചതുപോലെ നെതന്യാഹു കൊണ്ടുവന്ന ബില്ലല്ല. പിന്നെ എന്താണ്? ഇസ്രായേൽ പാർലമെന്റ് പാസാക്കിയ ഈ ബിൽ യഥാർത്ഥത്തിൽ നെതന്യാഹുവിന് തീവ്ര വലതുപക്ഷം കൊടുത്ത പണിയാണ്. സത്യത്തിൽ താൻ തുറന്നുവിട്ട ഭൂതം നെതന്യാഹുവിനെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന സ്ഥിതിയാണ് ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ കണ്ടത്. വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാൻ ഇസ്രായേൽ ശ്രമിച്ചാൽ അമേരിക്കയുടെ എല്ലാ പിന്തുണയും നഷ്ടമാകുമെന്ന് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും ബിൽ പാസ്സായതിൽ ട്രംപ് കട്ടക്കലിപ്പിലാണ്. ട്രംപിന്റെ ഗാസ പദ്ധതിയെ പൊളിക്കാനുള്ള തീവ്ര ജൂതപക്ഷത്തിന്റെ നീക്കമായും ബില്ലിനെ വിലയിരുത്താം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറിയും ഇസ്രയേലിൽ ഉള്ളപ്പോൾ ബിൽ പാസ്സായത് നെതന്യാഹുവിന് വലിയ തിരിച്ചടിയായി. തങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് വാൻസ് ഇതിനോട് പ്രതികരിച്ചത്. എന്തായാലും അമേരിക്കയുടെ കടുത്ത അതൃപ്തിക്ക് പിന്നാലെ ബില്ലിന്റെ നടപടികൾ മരവിപ്പിച്ചുവെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് തന്നെ അറിയിച്ചിരിക്കുകയാണ്. എന്താണ് വെസ്റ്റ് ബാങ്ക് ബിൽ? എന്താണ് ബില്ലിന്റെ കാര്യത്തിൽ നെസറ്റിൽ സംഭവിച്ചത്? നെതന്യാഹുവിനെതിരെ തീവ്ര ജൂതപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം നീങ്ങുന്നതിന്റെ കാരണമെന്ത്? ഇത് പരിശോധിക്കുന്നതാണ് ഈ വീഡിയോ. എന്താണ് വെസ്റ്റ് ബാങ്ക് ബിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്നാൽ മാത്രമേ ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ, നമുക്ക് മനസ്സിലാവുകയുള്ളൂ. യഹൂദയിലും ശമരിയയിലും ഇസ്രായേലിന്റെ പരമാധികാരം പ്രയോഗിക്കുന്നതിനുള്ള നിയമം 2025 എന്നതാണ് വെസ്റ്റ് ബാങ്ക് ബില്ലിന്റെ യഥാർത്ഥ പേര്. ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് പ്രദേശത്തെ യഹൂദ ശമരിയ എന്നാണ് ബൈബിൾ പദങ്ങൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് പ്രദേശമാകെ ഇസ്രായേലിന്റെ കീഴിലാക്കാൻ നിർദ്ദേശിക്കുന്ന ബില്ലാണിത്. അതായത് ഗാസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കും തങ്ങൾക്ക് വേണമെന്ന ഇസ്രായേൽ ജൂതപക്ഷത്തിന്റെ നിലപാട് മുന്നോട്ട് വയ്ക്കുന്ന ബില്ലെന്നും പറയാം. ഇനി ഈ ബില്ലിന്റെ കാര്യത്തിൽ ഇസ്രായേൽ പാർലമെന്റിൽ നടന്ന നീക്കം എന്താണ് എന്ന് നോക്കാം. തീവ്ര വലതുപക്ഷ പാർട്ടിയായ നോം പാർട്ടിയുടെ നേതാവ് അവി മാവോസ് ആണ് ഈ ബില്ല് നെസറ്റിൽ അവതരിപ്പിച്ചത്. നെസറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പാർലമെന്റിന്റെ പേരാണ്. നെസറ്റിൽ അവതരിപ്പിച്ചത് ഇദ്ദേഹം പ്രതിപക്ഷത്തുള്ള ആളാണ്. ആരാണ് ഈ അവി മാവോസ്? പ്രതിപക്ഷത്തുള്ള ആളാണ്. നെസറ്റിലെ 120 അംഗങ്ങളിൽ 25 പേർ ബില്ലിനെ അനുകൂലിച്ചും 24 പേർ ബില്ലിനെ എതിർത്തും വോട്ട് ചെയ്തു. ബാക്കിയുള്ളവർ, അതായത് നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി അംഗങ്ങളും ഇടതുപക്ഷ പാർട്ടികളും മറ്റും വിട്ടുനിന്നു. എന്നിട്ടും ബില്ല് പാസ്സായതിന് പിന്നിൽ ഒരു കളിയുണ്ട്. അതിങ്ങനെയാണ്: നെതന്യാഹുവിന്റെ പാർട്ടിയിലെ ഒരു MP, അയാളുടെ പേര് യൂലി എഡൽസ്റ്റീൽ എന്നാണ്, പാർട്ടി നിലപാടിനെ തള്ളി അയാൾ ബില്ലിനെ പിന്തുണച്ച് വോട്ട് ചെയ്തു. പിന്നെയും നെതന്യാഹുവിന്റെ പക്ഷത്ത് നിന്ന് ചോർച്ചയുണ്ടായി. നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലെ 2 അംഗങ്ങൾ തന്നെ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. അതിലൊരാൾ ഇറ്റാമർ ബെൻഗർ, ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രിയും ജൂവിഷ് പവർ പാർട്ടിയുടെ നേതാവുമാണ്. രണ്ടാമൻ ബെസാലേൽ സ്മോട്രിച്ച്, ധനകാര്യമന്ത്രിയും റിലീജിയസ് സയനിസം പാർട്ടി നേതാവുമാണ്. ഇറ്റാമർ ബെൻഗുറിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു സോഡ കണ്ണാടിയൊക്കെ വെച്ച് പ്രത്യക്ഷപ്പെടുന്ന ക്രൂര മനസ്സുള്ള മന്ത്രിയാണ് അയാൾ. പലസ്തീൻകാർക്കെതിരെ സ്ഥിരം വംശീയ അധിക്ഷേപം നടത്തുകയും ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തവരെ അപമാനിക്കുകയും പലസ്തീൻ തടവുകാരെ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കുന്ന ദൃശ്യങ്ങളൊക്കെ പങ്കുവെച്ച് ആനന്ദിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ ബെൻഗർ. ഒരു കണക്കിന് പറഞ്ഞാൽ നെതന്യാഹുവിന് മിക്കപ്പോഴും തലവേദന സൃഷ്ടിക്കുന്ന മന്ത്രിയുമാണ് ഇയാൾ. 2 ദിവസം മുമ്പ് സൗദി അറേബ്യക്കെതിരെ മോശം പരാമർശം നടത്തിയതിന്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്ന മന്ത്രിയാണ് സ്മോട്രിച്ച്. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിച്ചാൽ മാത്രമേ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാകൂ എന്ന സൗദിയുടെ പ്രസ്താവനയ്ക്കെതിരെ സ്മോട്രിച്ച് നടത്തിയ പരാമർശമാണ് വിവാദമായത്. നിങ്ങൾ സൗദി മണലാരണ്യത്തിൽ ഒട്ടകപ്പുറത്ത് യാത്ര തുടർന്നുകൊള്ളുക എന്നതായിരുന്നു അയാളുടെ പ്രസ്താവന. ഇതിനെതിരെ സൗദി ശക്തമായി രംഗത്ത് വന്നു. മാത്രമല്ല, ഈ പരാമർശം ഇസ്രയേലിലും അന്താരാഷ്ട്ര സമൂഹത്തിലും കടുത്ത വിമർശനത്തിന് ഇടയാക്കി. തുടർന്ന് ഈ സ്മോട്രിച്ച് മാപ്പ് പറഞ്ഞു. എന്തായാലും അറബ് രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്ന നെതന്യാഹുവിന് ഇയാളുടെ പരാമർശം തിരിച്ചടിയായെന്ന് തന്നെ പറയാം. അതായത് പറഞ്ഞു വന്നത്, തീവ്ര വലതുപക്ഷം നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ കണ്ടത് എന്നതാണ്. അധികാരത്തിൽ തുടരാനായി തീവ്രപക്ഷത്തെ കൂടെ നിർത്തി വളർത്തി അവരിൽ ചിലരെ മന്ത്രിമാർ വരെ ആക്കിയ നെതന്യാഹു പാമ്പിനെ എടുത്ത് തോളത്തിട്ട അവസ്ഥയിലാണിപ്പോൾ. ബില്ല് പാസ്സായതിനെ രാഷ്ട്രീയ പ്രകോപനമെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത്. തിടുക്കത്തിൽ ബില്ലിന്റെ നടപടികളെ മരവിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഓഫീസ്. പക്ഷേ ട്രംപ് കടുത്ത അതൃപ്തിയിലാണ്. കാരണം ഈ മാസം 15-ന് ടൈം മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ ട്രംപ് ഒരു കാര്യം പറഞ്ഞിരുന്നു: വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാൻ ഇസ്രായേൽ ശ്രമിച്ചാൽ അമേരിക്കയുടെ എല്ലാ പിന്തുണയും നഷ്ടമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. ഇതാണ് അമേരിക്ക അറബ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നിട്ടും ബിൽ പാർലമെന്റിൽ പാസ്സായതിലാണ് ട്രംപിന് ദേഷ്യം. The West Bank is, don't worry about the West Bank. Israel's not going to do anything with the West Bank, okay? Don't worry about it. നിങ്ങൾ വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് വിഷമിക്കേണ്ട,
ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാണ് ബില്ല് പാസ്സായതിനു ശേഷമുള്ള ട്രംപിന്റെ ഔദ്യോഗിക പ്രതികരണം. പക്ഷേ എങ്കിൽ കൂടിയും കടുത്ത അതൃപ്തി നെതന്യാഹുവിനെ നേരിട്ട് തന്നെ ട്രംപ് അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. Yeah, but I'm not going to allow it. Whether I spoke to him or not, I did. But I'm not allowing Israel to annex the West Bank. ട്രംപ് കലിപ്പിലാകാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 4 പ്രധാനപ്പെട്ട അമേരിക്കൻ നേതാക്കളാണ് ഈ ബില്ല് പാസ്സാകുമ്പോൾ ഇസ്രയേലിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രംപിന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകനും നെതന്യാഹുവിന്റെ അടുത്ത സുഹൃത്തുമായ ജാരഡ് കുഷ്ണർ. ഇത്രയും പേർ അവിടെ ഉള്ളപ്പോൾ ബില്ല് പാസ്സായത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന വികാരമാണ് ട്രംപ് നെതന്യാഹുവിനോട് പങ്കുവച്ചത്. ബിൽ പാസ്സാകുന്നതിന് തൊട്ടു മുമ്പ് വാൻസ് നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബില്ല് പാസ്സായതിനു ശേഷം ഇത് വളരെ അപമാനം തോന്നുന്ന ഒരു സംഭവമായി മാറി എന്നാണ് വാൻസിന്റെ പ്രതികരണം. I mean, look, if it was a political stunt, it was a very stupid political stunt, and I personally take some insult to it. The West Bank is not going to be annexed by Israel. The policy of the Trump administration is that the West Bank will not be annexed by Israel. That will continue to be our policy. റൂബിയോയും കടുത്ത ഭാഷയിലാണ് ഈ ബില്ല് പാസ്സായതിനെ കുറിച്ച് പ്രതികരണം നടത്തിയത്. ബില്ലിന്റെ പ്രാഥമിക വായന മാത്രമാണ് പാസ്സായിട്ടുള്ളത്. ഇത് നിയമമാകണമെങ്കിൽ 3 ഘട്ടങ്ങളിലായി വീണ്ടും വോട്ടെടുപ്പും നെസറ്റ് സമിതികളിൽ ചർച്ചയും ഒക്കെ നടക്കേണ്ടതുണ്ട്. നെതന്യാഹു വിചാരിക്കാതെ ബില്ല് നിയമമാകില്ല. എങ്കിലും നെതന്യാഹുവിന് ആഭ്യന്തരമായി കിട്ടിയ വലിയ തിരിച്ചടിയായി ഈ ബില്ല് പാസ്സായത് മാറിയിരിക്കുകയാണ്. തീവ്രപക്ഷം ഇപ്പോൾ നെതന്യാഹുവിനെതിരെ നീങ്ങുന്നതിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ലക്ഷ്യം. അത് ഗാസ സമാധാന കരാർ അംഗീകരിച്ചതിലുള്ള പകപോക്കലാണ്, അതിൽ നിന്ന് പിന്മാറാനുള്ള സമ്മർദ്ദമാണ്, തങ്ങൾ വിചാരിച്ചാൽ പലതും നടക്കുമെന്ന നെതന്യാഹുവിനുള്ള മുന്നറിയിപ്പുമാണ്. അതായത് നെതന്യാഹുവിനെ സമ്മർദ്ദത്തിൽ നിർത്തി തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. മുസ്ലിം അറബ് രാജ്യങ്ങളുമായി ഒരു ബന്ധവും വേണ്ട എന്നതാണ് തീവ്ര ജൂതപക്ഷ നേതാക്കളുടെ നിലപാട്. അതായത് നെതന്യാഹുവിനേക്കാൾ കടുത്ത വിദ്വേഷം കൊണ്ട് നടക്കുന്നവരാണ് ഇവർ. അങ്ങനെയുള്ള തീവ്ര വലതുപക്ഷത്തിന് ഇസ്രയേലിൽ സ്വാധീനം കൂടുന്നത് നെതന്യാഹുവിനൊപ്പം അമേരിക്കയ്ക്കും ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. തങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ തുടക്കമാണോ ഇതെന്ന സംശയം നെതന്യാഹു ക്യാമ്പിനുണ്ട്. എന്നാൽ അധികാരത്തിൽ തുടരാൻ തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണയില്ലാതെ പറ്റാത്ത സ്ഥിതിയിലാണ് നെതന്യാഹു. മറുഭാഗത്ത് അഴിമതി കേസുകളുടെ ഒരു കൂമ്പാരവുമുണ്ട്. ഇതിനെതിരെ നെതന്യാഹുവിന്റെ നീക്കം എന്താണ് എന്നതാണ് ഇനി ശ്രദ്ധേയം. അതായത് ഈ തീവ്ര ജൂതപക്ഷത്തിന്റെ നീക്കത്തിനെതിരെ നെതന്യാഹു ഇനി എന്ത് നീക്കം നടത്തും എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അനിവാര്യമായ പതനത്തിലേക്ക് നീങ്ങുകയാണോ നെതന്യാഹു? തീവ്ര വലതുപക്ഷം ഇസ്രയേലിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനെതിരെ അമേരിക്ക ഇനി എന്ത് ചെയ്യും? ഇനി എന്താണ് ഇസ്രയേലിൽ നടക്കുക എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.